വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. ക്രിസ്തീയ പുരോഹിതന്മാരെ അപകടത്തിൽപ്പെടുത്തി കൊലപ്പെടുത്താനും ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് മതമൌലികവാദികളുടെ ആക്രമണത്തിനും എതിരായി ജാഗ്രതാ മുന്നറിയിപ്പ്. കാസയുടെ നേതാക്കളും RSS BJP നേതാക്കളും IS മൊഡ്യൂളുകളുടെ ഹിറ്റ് ലിസ്റ്റിലാണ്. കേരളത്തിൽ സമീപകാലത്ത് രൂപപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകാൻ സാധ്യത ചൂണ്ടിക്കാട്ടുന്നു. മണിപ്പൂർ മോഡൽ ആക്രമണം നടത്തിയ ശേഷം അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയോ കേരളത്തിൽ അസ്വസ്ഥത പടർത്തുകയോ ചെയ്യുമെന്നും മുന്നറിയിപ്പ് തരുന്നു. കേരളത്തിലും വയനാട്ടിൽ പ്രത്യേകിച്ചും ഈ ലക്ഷ്യത്തോടെ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്ന 22 സ്ലീപ്പർ സെല്ലുകൾ IB നിരീക്ഷണത്തിലാണ്. IB റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഹിന്ദി ചാനലായ NMF ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ വയനാട്ടിലെ ഇസ്ലാമിക തീവ്രവാദ മൊഡ്യൂളുകൾ എടുത്തു പറയുന്നുണ്ട്. ദേശീയ തലത്തിൽ ചർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ തികഞ്ഞ നിശബ്ദത പാലിക്കുന്നു. NMF ആഭ്യന്തര സുരക്ഷാ റിപ്പോർട്ടർ പങ്കജ് പ്രസൂനാണ് കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിലെ IS മൊഡ്യൂളുകളുടെ വിവരങ്ങൾ ഹിന്ദി ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ: വയനാട് ജില്ലയിലെ 4 ഇസ്ലാമിക കോളനികളിൽ തീവ്ര ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരമുള്ള ജീവിതചര്യയും പരിശീലനങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഹിന്ദി ചാനൽ IB റിപ്പോർട്ട് ഉദ്ധരിച്ച് പറയുന്നു. വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി മതിൽ കെട്ടി തിരിച്ചു സ്ഥാപിച്ചിട്ടുള്ള ഈ കോളനികളിൽ പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല എന്നും വയനാട്ടിൽ അതും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന ദേശീയ ശ്രദ്ധ നേടിയ സ്ഥലത്താണ് ഇത് എന്നും റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര IBയുടെ ഏജന്റുമാർ വയനാട്ടിൽ മാസങ്ങളോളം വേഷം മാറി താമസിച്ചിരുന്നു. ഇവർ IBയുടെ അണ്ടർ കവർ ഏജന്റുമാർ ആയിരുന്നു. ഇവരാണ് വയനാട്ടിൽ വളരുന്ന IS തീവ്രവാദം ഇപ്പോൾ റിപ്പോർട്ടായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയത്. IB അണ്ടർ കവർ ഏജന്റുമാർ മാസങ്ങളോളം വയനാട് ജില്ലയിലെ മേപ്പാടി, കമ്പളക്കാട്, പടിഞ്ഞാറത്തറ, പിണങ്ങോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാസങ്ങളോളമാണ് രഹസ്യ നിരീക്ഷണം നടത്തിയത്. കേന്ദ്ര IB അമിത്ഷായ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ വയനാട് ക്യാപിറ്റൽ ഓഫ് IS എന്നാണ്. കേരളത്തിലെ മൊഡ്യൂളുകൾ തകർക്കാൻ ഓപ്പറേഷൻ ആവശ്യമാണെന്നും ഗ്രാമങ്ങളിൽ ചില കോളനികൾ ഉണ്ടാക്കി മതവിഭാഗീയ ധ്രുവീകരണം നടന്നു കഴിഞ്ഞു എന്നും പറയുന്നു. വയനാട് ക്യാപിറ്റൽ ഓഫ് IS എന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചതോടെ വയനാട്ടിലെ IS മൊഡ്യൂളുകൾ ആകെ അങ്കലാപ്പിലാണ്. സ്റ്റേറ്റ് പോലീസിലെ ചില ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം. എന്നാൽ ഇത് അവർ എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്നും DGPക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നുവോ എന്നും വ്യക്തമല്ല. കഴിഞ്ഞ 17-നാണ് കേന്ദ്ര IBയുടെ റിപ്പോർട്ടിൽ വയനാടിനെ പരാമർശിക്കുന്നത്. ആദ്യം കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 2 ദിവസം കഴിഞ്ഞ് ദേശീയ ഹിന്ദി ചാനൽ ഇത് വിശദമായി വീണ്ടും രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തു. IS കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗക്കാരെ മതം മാറ്റാനും മത നേതാക്കൾക്കെതിരെ ഉപജാപം നടത്താനും പദ്ധതികൾ നടപ്പാക്കിയതായി IB നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. പ്രമുഖ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകളെ സമരത്തിനിറക്കാൻ IS സാമ്പത്തിക സഹായത്തോടെ വിജയകരമായി പ്രചരണം നടത്തി. ചില മാധ്യമ പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും മുൻനിർത്തിയായിരുന്നു സമരം ആസൂത്രണം ചെയ്തത്. PFI നിരോധനത്തോടെ ഉൾവലിഞ്ഞ IS സ്ലീപ്പർ സെല്ലുകൾ അക്രമാസക്തമായ മാർഗത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിൽ പതിയിരുന്ന് പദ്ധതികൾ തയ്യാറാക്കി രാജ്യത്തിന്റെ മറ്റു ഭാഗത്ത് ആക്രമണം നടത്താനും IS മൊഡ്യൂളുകൾ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.